64ാമത് കേരള സ്കൂൾ കലോത്സവം ഇപ്പോൾ തൃശ്ശൂരിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തവണ വേദികൾക്ക് പേരിട്ടിരിക്കുന്നത് പൂക്കളുടെ പേര് വെച്ചിട്ടാണ്. എന്നാൽ താമര അതിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് BJP മുന്നോട്ട് വെച്ചത്. ഇന്നിവിടെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയും അതുപോലെ BJP നേതാവുമായ സുരേഷ് ഗോപിയെ വരവേൽക്കാനായിട്ട് ഒരു പ്രതിഷേധം എന്നോണം, അല്ലെങ്കിൽ അത് ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ താമര കൊടുത്ത് സ്വീകരിക്കാനാണ് ഇവിടെ പ്രവർത്തകർ കാത്തു നിൽക്കുന്നത്. താമരപ്പ് നൽകിയാണ് അത് ദേശീയ പുഷ്പം. എന്റെ ആൾക്കാരല്ല, ദേശീയ പുഷ്പമാണ്. പേര് മാറ്റിയതിലുള്ള ഒരു വിഷമം കൂടിയായിരുന്നു അത്. പിന്നീട് ഞാൻ പറയുന്നത് ഇത് ആരോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതോ അല്ലെങ്കിൽ വഴിതെറ്റിച്ച് വിടാൻ അല്ലെങ്കിൽ അവർക്ക് തന്നെ കേടുണ്ടാക്കാൻ വേണ്ടിയോ ചെയ്തതാണ്. ഈ വിവാദം ഒഴിവാക്കാമായിരുന്നു തോന്നുന്നുണ്ടോ? ഗവൺമെന്റ് അവരുടെ നിശ്ചയമല്ലേ, അവരത് സ്വയമേ മാറ്റിയില്ലേ അല്ലേ? കലോത്സവം ഉഷാറാണ് ഇപ്പോ. ഉഷാറാവും കലോത്സവം. അതല്ലെങ്കിലും ഉഷാറാവും. ഇതൊരു എന്താണ്, ഇതൊരു റെഗുലർ ആൽഗറിതമാണ്. ആ ആൽഗറിതം പ്രകാരം പോകും. കുഞ്ഞുങ്ങള് ഓരോ ക്ലാസ് ഉയർന്നു വരുമ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും നടക്കുന്ന യുവജനോത്സവത്തിലേക്ക് എങ്ങനെ പ്രിപ്പയർഡായിട്ട് വരണം, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് നല്ല ധാരണയുണ്ട്. അവർക്ക് ഈ രാഷ്ട്രീയമൊന്നും അവരെ ബാധിക്കുന്നേയില്ല. പിന്നെ ഏതാ അല്ല, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. 14 ജില്ലയിലെ കുഞ്ഞുങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങളുണ്ടാവും അല്ലേ? മികവ് കപ്പടിക്കട്ടെ. കണ്ണീരുണ്ടാവും, പക്ഷെ അത് ദുഃഖത്തിന്റെ കണ്ണീരാവരുത്. അത് വിജയത്തിൽ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആനന്ദ കണ്ണീരായിരിക്കണം. ഇല്ല, നമുക്ക് അങ്ങനൊന്നും നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ല. കുഞ്ഞുങ്ങളുടെ ആഘോഷമാണ്. നമുക്കത് അതിന്റെ പാരമ്യതയിൽ എത്തിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാം സഹിക്കാം, മറക്കാം, പൊറുക്കാം, എല്ലാം നടക്കണം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.